പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ മണിക്കൂറിൽ നമ്മൾ ആദ്യം പോകുന്നത് കർണാടകയിലേക്കാണ്. കാരണം കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിലേറുന്ന ഘട്ടത്തിൽ തന്നെ അവിടെ വലിയ തോതിലുള്ള അധികാര വടംവലി നടന്നിരുന്നു. അതായത് കോൺഗ്രസിന് ഭരണം കിട്ടുന്ന സമയത്ത് മുഹബത്ത് കി ദുക്കാൻ എന്നാണ് രാഹുൽ ഗാന്ധി കർണാടകയെ വിശേഷിപ്പിച്ചത്. സ്നേഹത്തിൻ്റെ കട തുറക്കുന്നു. പക്ഷേ ആ സ്നേഹത്തിൻ്റെ കടയിൽ ആദ്യം മുതൽ തന്നെ തമ്മിലടിയായിരുന്നു മുഖ്യമന്ത്രിക്ക് വേണ്ടി. കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന് വലിയ തലവേദന സൃഷ്ടിച്ചുകൊണ്ട് ഈ അധികാരം കിട്ടിയ സമയത്ത് തന്നെ DKയും അതോടൊപ്പം തന്നെ സിദ്ധരാമയ്യയും തമ്മിലുള്ള വലിയ വടംവലി ഉണ്ടായി. ആ വടംവലിയുടെ ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം അന്ന് പറഞ്ഞത് ആദ്യത്തെ 2.5 വർഷക്കാലം സിദ്ധരാമയ്യ, സീനിയർ നേതാവായ സിദ്ധരാമയ്യ അവിടെ മുഖ്യമന്ത്രിയാകട്ടെ, അതിനുശേഷമുള്ള 2.5 വർഷക്കാലം DK ശിവകുമാർ അവിടെ മുഖ്യമന്ത്രിയായിരിക്കട്ടെ എന്നുള്ളതാണ്. പക്ഷേ 2.5 വർഷം കഴിയുന്ന ഘട്ടത്തിൽ ഇപ്പോൾ സിദ്ധരാമയ്യ പറയുന്നത് അങ്ങനെ ഒരു ഫോർമുല ആ കാലഘട്ടത്തിൽ നിലവിലില്ലായിരുന്നു എന്നുള്ളതാണ്. അതാണ് ഇപ്പോഴത്തെ കർണാടക കോൺഗ്രസിലെ കർണാടക സർക്കാരിനെ തന്നെ താളം തെറ്റിക്കുന്ന രീതിയിലുള്ള തമ്മിലടിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഐസൺ ജോസ് ആണ് നൽകുന്നത്. ഐസൺ, ഈ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ഏതാണ്ട് 2.5 വർഷങ്ങൾക്ക് മുൻപ് വെച്ച ഒരു ഫോർമുലയുടെ അടിസ്ഥാനത്തിലാണ് അന്ന് വലിയ തോതിലുള്ള സംഘർഷത്തിന് ഒരു അയവ് വന്നത്. DK ശിവകുമാറിനെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് പ്രദർശിച്ചുകൊണ്ട് 2.5 വർഷങ്ങൾ കഴിയുമ്പോൾ അവിടെ മുഖ്യമന്ത്രി സ്ഥാനം DKയ്ക്ക് നൽകുമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായ വെടിനിർത്തലിന് DK ശിവകുമാർ തയ്യാറാവുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ 2.5 വർഷം കഴിയുന്ന ഘട്ടത്തിൽ കസേര ഒഴിഞ്ഞുകൊടുക്കാൻ മുതിർന്ന നേതാവായ സിദ്ധരാമയ്യ തയ്യാറാകുന്നില്ല. എങ്ങനെയാണ് ഈ പ്രശ്നം കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന് പരിഹരിക്കാൻ കഴിയുക? ഐസൺ. ഗൗതം, തീർച്ചയായും ഈ പ്രശ്നം ഒരു സങ്കീർണതയിലേക്ക് നീങ്ങുന്നു. അതല്ലെങ്കിൽ സിദ്ധരാമയ്യ സ്ഥാനം ഒഴിയാൻ തയ്യാറാകുന്നില്ല, മുഖ്യമന്ത്രി പദം വിട്ടുകൊടുക്കാൻ DK ശിവകുമാറിന് വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല എന്ന നിലപാട് ഉറച്ചു തന്നെയാണ് നിൽക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് പലതവണ അദ്ദേഹം പ്രസ്താവിക്കുകയും ചെയ്തു. തെരഞ്ഞെടുക്കപ്പെട്ടാൽ അത് 5 വർഷത്തേക്കാണ് മുഖ്യമന്ത്രിയാവുക എന്ന നിലപാടുകളൊക്കെ അദ്ദേഹം അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഒരു പക്ഷേ കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം പോലും രാജിവെക്കുമെന്നുള്ള ഒരു ഭീഷണിയുടെ സ്വരം അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പിൻ്റെ ഭാഗമായുള്ള ചില നിലപാടുകൾ DK ശിവകുമാർ സ്വീകരിച്ചു എന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്യുന്നത്. നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം, അതായത് തെരഞ്ഞെടുപ്പ് നടന്ന് സർക്കാർ രൂപീകരിക്കുന്ന ആ വേളയിൽ തന്നെ ഇവർ തമ്മിലുള്ള തർക്കങ്ങൾ രൂക്ഷമാവുകയും DK ശിവകുമാർ മുഖ്യമന്ത്രിയാവണം എന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും അതിനെല്ലാം തന്നെ മറികടന്നാണ് സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാവുകയും ചെയ്തത്. ഇതിൽ പലതരത്തിലുള്ള ഇടപെടലുകൾ പല മേഖലകളിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ അന്ന് പുറത്തു വന്നിരുന്നു. അന്ന് അതിനുശേഷമാണ് ഒരു ധാരണയിലെത്തുന്നത്. പകുതി സമയം മുഖ്യമന്ത്രിയായി DK ശിവകുമാറും സിദ്ധരാമയ്യയും അതിനുശേഷം DK ശിവകുമാറും അധികാരമേൽക്കുക എന്നൊരു നിലപാടായിരുന്നു അന്ന് സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഈ 2.5 വർഷത്തിന് ശേഷം അതിന് അനുകൂലമായൊരു നിലപാട് സിദ്ധരാമയ്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. സ്വാഭാവികമായും DK ശിവകുമാറിൻ്റെ ഭാഗത്തു നിന്ന് പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ അത്തരമൊരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ഒരു കടുംപിടുത്തത്തിന് മുതിരാതിരുന്ന നേതാവാണ് താനെന്നും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കില്ല എന്ന ഒരു നിലപാടുമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ കോൺഗ്രസും AICC ഈ വിഷയത്തിൽ ഗൗരവമായി ഇടപെടുന്നതിന് വലിയ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നമുക്കറിയാവുന്നതാണ്, വലിയ തോതിൽ പലയിടങ്ങളിലും തെരഞ്ഞെടുപ്പുകളിൽ തകരുകയും വളരെ ചുരുക്കമിടങ്ങളിൽ മാത്രം ഇത്തരത്തിൽ ഭരണത്തിലിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ ഈ ഒരു സങ്കീർണാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയാൽ അത് ഭരണത്തെ തന്നെ ബാധിക്കുകയും ഒരുപക്ഷെ ഇടക്കാല തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിലേക്ക് അത് നീങ്ങാനുള്ള സാധ്യതയും മുൻകൂട്ടി കാണുന്നുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇതിനെ കൈകാര്യം ചെയ്യുന്നത് ഏത് രീതിയിൽ വേണമെന്നത് സംബന്ധിച്ച് ഒരു ആശയക്കുഴപ്പം AICC മുതൽ അല്ലെങ്കിൽ കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി മുതലുണ്ട് എന്നതാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് പാർട്ടിയിൽ ഉള്ള തൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ധാരണകൾക്ക് വിപരീതമായി പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിയെ കൃത്യമായി നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. നമുക്കറിയാം, ഭാരതം എന്ന് പറയുന്ന ഈ വിശാലമായ രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ കേവലം 3 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു കാലത്ത് ഏറെ പ്രതാപമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ശേഷിക്കുന്നത്. അതൊന്ന് അങ്ങ് വടക്കേ ഇന്ത്യയിലെ ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്ന ഒരു ചെറിയ സംസ്ഥാനത്ത്, മറ്റ് 2 സംസ്ഥാനം, ഒന്ന് ഈ കർണാടക, അതോടൊപ്പം തന്നെ തെലങ്കാന, ദക്ഷിണ ഭാരതത്തിലെ 2 സംസ്ഥാനം. അങ്ങനെ 3 സംസ്ഥാനത്ത് മാത്രമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഭരണമുള്ള സംസ്ഥാനങ്ങളുടെ പട്ടിക ചുരുങ്ങി നിൽക്കുന്ന ഈ വേളയിൽ കർണാടക പോലെ ഒരു സംസ്ഥാനത്ത് കസേരയ്ക്ക് വേണ്ടി ഉണ്ടാകുന്ന ഈ തമ്മിലടി എത്രത്തോളം കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കും? പ്രത്യേകിച്ച് തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, കേരളം, പുതുച്ചേരി, അസം പോലെയുള്ള സംസ്ഥാനങ്ങൾ 4 മാസങ്ങൾക്കപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാൻ പോകുകയാണ്. ഐസൺ.
അതൊരു വലിയ വെല്ലുവിളിയായി തന്നെ നിലനിൽക്കുകയാണ്. ഈ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നമുക്കറിയാവുന്നതാണ്. കാലങ്ങളായി 5 10 വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് ഈ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വലിയൊരു രാഷ്ട്രീയ പരീക്ഷണ പശ്ചാത്തലമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ രാഷ്ട്രീയ പരീക്ഷണ പശ്ചാത്തലമായി മാറുന്ന സാഹചര്യത്തിൽ പലപ്പോഴും പല നിലപാടുകളും പല പ്രശ്നങ്ങളും ഉയർന്നു വരുന്ന ഒരു സാഹചര്യവും കൂടിയുണ്ട്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ ഭരണത്തിലുണ്ടായിരുന്ന അസമിൽ നിന്നും നിഷ്കാസനം ചെയ്യപ്പെട്ട ഒരവസ്ഥയുണ്ടായി. അത്തരത്തിൽ പല രീതിയിലും ഈ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടികൾ നേരിടുകയാണ്. നേരത്തെ നമുക്കറിയായിരുന്നു രാജസ്ഥാനിലുണ്ടായിരുന്നു സമാനമായ രീതിയിലുള്ള തർക്കം. രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ടും അതുപോലെ തന്നെ സച്ചിൻ പൈലറ്റുമായി ചേർന്നുണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഭരണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. ഇപ്പോൾ തെലങ്കാനയിലും അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശിലും കർണാടകയിലും മാത്രമാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു ഭരണം അല്ലെങ്കിൽ സർക്കാർ ഉള്ളത് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നു. പ്രതീക്ഷ നൽകുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. ഈ കേരളത്തിൽ സ്വാഭാവികമായും കേരളത്തിലും ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ വേളകളിലും ശക്തമായ എതിർപ്പുകൾ കാണാനുണ്ട്. ഓരോ നേതാക്കളും ഓരോ രീതിയിൽ പ്രതികരിക്കുന്ന ഒരു സ്വഭാവം കേരളത്തിൽ ബാധിക്കുന്നത് കൃത്യമായും നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ UDF-നെ നയിക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു പശ്ചാത്തലത്തിൽ അതീവ ഗുരുതരമായി 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ഈ പ്രശ്നം രൂക്ഷമാവുകയാണെങ്കിൽ അത് വലിയൊരു സ്പ്ലിറ്റിലേക്ക് പോവുകയോ വേറൊരു രാഷ്ട്രീയ സ്വഭാവത്തിലേക്ക് മാറുകയോ ചെയ്താൽ അല്ലെങ്കിൽ അത് തന്നെയാണ് കേരളവും തമിഴ്നാടും അടക്കം ദക്ഷിണ ഭാരതത്തിലെ 3 സ്ഥലങ്ങളിൽ ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. കർണാടക പോലെ ദക്ഷിണ ഭാരതത്തിലെ ഒരു വിശാലമായ സംസ്ഥാനത്ത്, അതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇന്ത്യയിൽ തന്നെ അധികാരം ശേഷിക്കുന്ന 3 സംസ്ഥാനങ്ങളിൽ ഒന്നായ കർണാടകത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി പദത്തിന്റെ പേരിൽ ആ സംസ്ഥാനത്തെ 2 പ്രധാനപ്പെട്ട നേതാക്കൾ വലിയ തോതിലുള്ള സംഘർഷങ്ങളിലേക്ക് ഇറങ്ങിപ്പുറപ്പെടുന്നത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെ അങ്ങേയറ്റം പ്രതിരോധത്തിലാക്കുന്ന ഒന്നാണ്. കർണാടകയിൽ നിന്നും വരുന്ന വാർത്തകൾ എന്ന കാര്യത്തിൽ സംശയമില്ല. രാഹുൽ ഗാന്ധിയുടെ മുഹബത്ത് കി ദൂക്കാനിൽ ഇപ്പോൾ കാര്യങ്ങൾ അത്ര ശരിയായ ദിശയിലല്ല മുന്നോട്ട് പോകുന്നത് എന്നാണ് ഐസൺ ജോസ് ന്യൂസ് ഡെസ്കിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്.